ഹായ്, ഏവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെയിലി നമ്മളിപ്പോൾ ഫോളോ ചെയ്ത് പോകുന്ന PSC ബുള്ളറ്റിൻ ആണ്. അപ്പൊ അതില് 2023 ശേഷിപ്പുകൾ അല്ലെങ്കിൽ പുരസ്കാര തിളക്കം എന്നുള്ള പേജാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഫാക്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം. കീരവാണി അല്ലെ, നമുക്ക് കാണുമ്പോൾ തന്നെ ഫേമസ് ആയിട്ട് അദ്ദേഹത്തെ മനസ്സിലായി. കാരണം നമ്മൾ ഒരുപാട് എന്ത് ചെയ്തു, TV-യിൽ അദ്ദേഹത്തിനെ കണ്ടു അല്ലെ. RRR എന്ന സിനിമയ്ക്ക് ഒറിജിനൽ സോങ്, ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ നാട്ടുനാട്ട് എന്ന പാട്ടിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് M കീരവാണിയാണ്. അപ്പൊ ബെസ്റ്റ് ഒറിജിനൽ സോങ് എന്ന വിഭാഗത്തിൽ RRR-നാണ് കിട്ടിയിരിക്കുന്നത്. RRR-ൽ ഏത് സോങ്ങിന്? നാട്ടുനാട്ട് എന്നുള്ള സോങ്ങിന് സംഗീതം നൽകിയ M കീരവാണിയാണ് എന്ത് കിട്ടിയത്? ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത്. അടുത്ത ഫാക്റ്റ് ആണ്, പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ചെഗുവേരയുടെ മകളുടെ പേരാണ് ഡോക്ടർ അലൈഡ ഗുവേര. അലൈഡ ഗുവേര. അപ്പൊ അലൈഡ ഗുവേര എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അലൈഡ ഗുവേര. അപ്പൊ ആരുടെ മകളാണ്? ചെഗുവേരയുടെ മകളാണ്. ഏത് പുരസ്കാരമാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരം. ആദ്യത്തെ ആയതുകൊണ്ട് ചോദിക്കാൻ എന്തായാലും സാധ്യതയുണ്ട്. പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ചെഗുവേരയുടെ മകളുടെ പേരാണ് അലൈഡ ഗുവേര. അലൈഡ ഗുവേര എന്ന് പഠിച്ച് വെക്കും. അലൈഡ ഗുവേര. അടുത്തതാണ് 71ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് ആർബോണി ഗബ്രിയേൽ. ആർബോണി ഗബ്രിയേൽ ആണ് 71ാമത്തെ വിശ്വസുന്ദരി കിരീടം. വിശ്വസുന്ദരി കിരീടം 71ാമത്തെ വിശ്വസുന്ദരി കിരീടം നേടിയത് ആർബോണി ഗബ്രിയേൽ ആണ് കേട്ടോ. ആർബോണി ഗബ്രിയേൽ ആണ്. മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിസ് ജെയ്മോൻ ജേക്കബ്. അപ്പൊ ലിസ് ജെയ്മോൻ ജേക്കബ് ആണ് മിസ് കേരളയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മിസ് കേരള ആരാണ്? ജെയ്മോൻ ജേക്കബ്. ലിസ് ജെയ്മോൻ ജേക്കബ് ആണ് മിസ് കേരളയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ മിസ് കേരള പഠിക്കുക. ലിസ് ജെയ്മോൻ ജേക്കബ് ആണ് മിസ് കേരള. ഫോട്ടോ ഒക്കെ നോക്കി വെക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും കണക്ഷൻ കിട്ടും. അപ്പൊ ലിസ് ജെയ്മോൻ ജേക്കബ് ആണ് മിസ് കേരളയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആർബോണി ഗബ്രിയേൽ ആണ് വിശ്വസുന്ദരി കിരീടം നേടിയത്. 71ാമത്തെ വിശ്വസുന്ദരി കിരീടം അവർക്കായിരുന്നു. പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരം ചെഗുവേരയുടെ മകളായ അലൈഡ ഗുവേരയ്ക്കാണ് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ കീരവാണിക്കാണ് എന്ത്? ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഒറിജിനൽ സോങ് വിഭാഗത്തിൽ നാട്ടുനാട്ട് എന്ന പാട്ടിന്റെ സംഗീതം നിർവഹിച്ചതിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അടുത്താണ് 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹരായ ഗാനരചയിതാവാണ് ശ്രീകുമാരൻ തമ്പി. ഇപ്പൊ ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 ഹരിവരാസന പുരസ്കാരം. ഹരിവരാസന പുരസ്കാരം 2023 ശ്രീകുമാരൻ തമ്പി എന്ന് നോട്ട് ചെയ്ത് വെക്കുക. 8ാമത് കനയ്യലാൽ സേഠിയ കവിതാ പുരസ്കാരത്തിന് അർഹനായ മലയാള കവി K സച്ചിദാനന്ദനാണ്. 8ാമത് കനയ്യലാൽ സേഠിയ കവിതാ പുരസ്കാരത്തിന് അർഹനായ മലയാള കവി ആരാണ്? K സച്ചിദാനന്ദനാണ്. ഹരിവരാസനം പുരസ്കാരം 2023 ശ്രീകുമാരൻ തമ്പി. 8ാമത് കനയ്യലാൽ സേഠിയ കവിതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? K സച്ചിദാനന്ദനാണ്. മാധ്യമ മേഖലയിലെ മികവിന് മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ 2020 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു വെച്ചാൽ SR ശക്തിധരൻ ആണ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ മാധ്യമ മേഖല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാലേ സ്വദേശാഭിമാനി എന്നുള്ള ആ ഒരു അവാർഡാണെന്ന്. അപ്പൊ മാധ്യമ മേഖലയിൽ മികവ് കാണിക്കുന്നതിന് മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാർ കേട്ടോ. കാരണം സ്വദേശാഭിമാനി സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം, അല്ലാതെ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന അവാർഡല്ല. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ 2020 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ആർക്കാണ്? SR ശക്തിധരൻ ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ
ദസ്തയോസ്കി മെഡലിന് അർഹയായത് കവിത നായർ. റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ദസ്തയോസ്കി മെഡലിന് അർഹയായത് ആരാണ്? കവിത നായരാണ്. റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ദസ്തയോസ്കി മെഡലിന് അർഹയായത് കവിത നായരാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 15ാമത് ബഷീർ അവാർഡ് നേടിയ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവൽ ആരുടേതാണെന്ന് ചോദിച്ചാൽ എം മുകുന്ദന്റെയാണ് കേട്ടോ. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 15ാമത് ബഷീർ അവാർഡ് നേടിയ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവൽ ആരുടെയാണ്? എം മുകുന്ദന്റെയാണ് കേട്ടോ. എം മുകുന്ദന്റെ നോവലാണ് നൃത്തം ചെയ്യുന്ന കുടകൾ. അതിന് എന്ത് കിട്ടി? വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 15ാമത് ബഷീർ പുരസ്കാരമാണ് അതിന് കിട്ടിയത്. ഓക്കെ, എം മുകുന്ദൻ നൃത്തം ചെയ്യുന്ന കുടകൾ 15ാമത് മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരം ലഭിച്ചു. പ്രഥമ നിയമസഭാ ലൈബ്രറി അവാർഡിന് അർഹനായ സാഹിത്യകാരൻ ടി പത്മനാഭനാണ്. പ്രഥമ നിയമസഭാ ലൈബ്രറി അവാർഡ്. പ്രഥമം എന്ന് പറയുമ്പോൾ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. പ്രഥമ നിയമസഭാ ലൈബ്രറി അവാർഡിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? ടി പത്മനാഭനാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ ചിമ്മിനിവട്ടം എന്ന കവിത എഴുതിയത് മനോജ് മാണിയൂർ ആണ് കേട്ടോ. ചിമ്മിനിവട്ടം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ ചിമ്മിനിവട്ടം എന്ന കവിത എഴുതിയത് ആരാണ്? മനോജ് മാണിയൂർ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. 2022 ഓടക്കുഴൽ അവാർഡിന് അംബികാസുധൻ മങ്ങാടിനെ അർഹനാക്കിയ കൃതി. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിനാണ്. അദ്ദേഹത്തെ അർഹനാക്കിയ കൃതിയാണ് പ്രാണവായു എന്ന് ഓർത്തു വെക്കുക. 2022 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ് കിട്ടിയത്? അംബികാസുധൻ മങ്ങാടിനാണ്. ഏത് കൃതിക്കാണ്? പ്രാണവായു എന്ന കൃതിക്കാണ് കിട്ടിയത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ കവിയാണ് മധുസൂദനൻ നായർ. വി മധുസൂദനൻ നായർ. ഗുരുവായൂർ ട്രസ്റ്റിന്റെ ജ്ഞാനപ്പാന അവാർഡിന് വി മധുസൂദനൻ നായരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി 2022 ഓടക്കുഴൽ അവാർഡ് ആണെങ്കിൽ അംബികാസുധൻ മങ്ങാട് പ്രാണവായു എന്ന് ഓർത്ത്. അടുത്താണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ അമ്മ മണമുള്ള കനിവുകൾ എന്ന കഥ എഴുതിയത് E.N. ഷീജയാണ് കേട്ടോ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ അമ്മ മണമുള്ള കനിവുകൾ എന്ന കഥ എഴുതിയത് ആരാണ്? E.N. ഷീജ. E.N. ഷീജ എഴുതിയതാണ് അമ്മ മണമുള്ള കനിവുകൾ. അവർക്കാണ് 2022 ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത്. ഒരു റിവിഷനാണ്. ജ്ഞാനപ്പാന അവാർഡ് ഗുരുവായൂർ ദേവസ്വം നൽകുന്ന ജ്ഞാനപ്പാന അവാർഡ് കിട്ടിയത് വി മധുസൂദനൻ നായർക്കാണെങ്കിൽ ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? 2022 ഓടക്കുഴൽ അവാർഡ് പ്രാണവായു എന്ന കൃതിക്ക് അംബികാസുധൻ മങ്ങാടിനാണ്. മനോജ് മാണിയൂർ ആരാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 സാഹിത്യ പുരസ്കാരം ചിമ്മിനിവട്ടം എന്ന കവിത നേടി അത് എഴുതിയ ആളാണ് മനോജ് മാണിയൂർ. പത്മനാഭന് പ്രഥമ നിയമസഭാ ലൈബ്രറി അവാർഡിന് അർഹനായി. എം മുകുന്ദന്റെ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവല് 15ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ അവാർഡ് നേടി. കവിത നായർ റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ദസ്തയോവ്സ്കി മെഡലിന് അർഹയായതാരാണ്? കവിത നായരാണ്. SR ശക്തിധരൻ ആരാണ് ചോദിച്ചാൽ മാധ്യമ മേഖലയിലെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഉയർന്ന ബഹുമതിയായ സ്വദേശാഭിമാനി കേസരി അവാർഡ് ആർക്കായിരുന്നു? SR ശക്തിധരൻ ആയിരുന്നു. 8ാമത് കനേലാൽ സേട്ടിയ കവിതാ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് K. സച്ചിദാനന്ദൻ. അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിക്ക് 2023 ഹരിവരാസനം പുരസ്കാരം. ഓക്കെ, അടുത്തതാണ് 2023 പത്മശ്രീ ബഹുമതി ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അപ്പുകുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, CI ഐസക്, അതുപോലെ തന്നെ
SRD പ്രസാദ്. ഇവർക്കാണ് പത്മശ്രീ ബഹുമതി ലഭിച്ച മലയാളികൾ. അപ്പുകുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, CI ഐസക്, പ്രസാദ്. ഓക്കെ, ഈ 4 പേരുകൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പുകുട്ടൻ, അതുപോലെ തന്നെ രാമൻ, ഐസക്, പ്രസാദ്. ഇത്രയും പേർക്കാണ് പത്മശ്രീ ബഹുമതി 2023 കിട്ടിയത്. ഏറ്റവും അധികം ഗ്രാമി അവാർഡുകൾ നേടിയതിന്റെ റെക്കോർഡ് ആർക്കാണെന്ന് ചോദിച്ചു വെച്ചാൽ ബിയോൺസെ ആണ് കേട്ടോ. ബിയോൺസെ ആണ് ഏറ്റവും അധികം ഗ്രാമി അവാർഡുകൾ നേടിയതിന്റെ റെക്കോർഡ് ബിയോൺസെക്കാണ്. യുനെസ്കോയുടെ 2022 സമാധാന പുരസ്കാര ജേതാവ് ആരാണ്? ആഞ്ചല മെർക്കൽ ആണ്. ആഞ്ചല മെർക്കൽ ആണ് യുനെസ്കോയുടെ 2022 സമാധാന പുരസ്കാര ജേതാവ്. ആഞ്ചല മെർക്കൽ അല്ലെ, ജർമ്മനിക്കാരിയാണ് ആഞ്ചല മെർക്കൽ. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹരായത് പ്രഭാവർമ്മയാണ് കേട്ടോ. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ്. ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം പി ജയചന്ദ്രന്. സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം നേടിയത് ആരാണ്? പി ജയചന്ദ്രനാണ് കേട്ടോ. പി ജയചന്ദ്രനാണ്. പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ പി ഭാസ്കരൻ പുരസ്കാരം ആർക്കായിരുന്നു? ജോൺ പോളിനാണ് കേട്ടോ. 32ാമത് വ്യാസ് സമ്മാൻ ലഭിച്ച ഭഗൽ ഖാന എന്ന കൃതി രചിച്ചത് ഗ്യാൻ ചതുർവേദിയാണ്. അപ്പൊ ഇവിടെ തൊട്ട് ഒരു റിവിഷൻ നമുക്ക് തുടങ്ങാം. 32ാമത് വ്യാസ് സമ്മാൻ ലഭിച്ച ഭഗൽ ഖാന എന്ന കൃതി രചിച്ചത് ഗ്യാൻ ചതുർവേദിയാണ്. ഇനി ജോൺ പോൾ ആരാണ്? പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ പി ഭാസ്കര പുരസ്കാരം ലഭിച്ചത് ജോൺ പോളിനാണ്. പി ജയചന്ദ്രന് സ്വാതി തിരുനാൾ പുരസ്കാരം സംഗീത പുരസ്കാരമാണ് ലഭിച്ചത്. അതുപോലെ തന്നെ എന്താണ്, കടമനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷൻ കൊടുക്കുന്ന കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. യുനെസ്കോയുടെ 2022 സമാധാന പുരസ്കാര ജേതാവ് ആഞ്ചല മെർക്കൽ ആണ്. ഏറ്റവും അധികം ഗ്രാമി അവാർഡുകൾ നേടിയതിന്റെ റെക്കോർഡ് ആർക്കാണ് ചോദിച്ചാൽ ബിയോൺസെ ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഏറ്റവും മികച്ച സിനിമ എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ്. അപ്പൊ ഏറ്റവും മികച്ച സിനിമ 95ാമത് ഓസ്കാർ ആണ് കേട്ടോ. 95ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ ഏറ്റവും മികച്ച സിനിമ എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺ എന്നതാണ്. മികച്ച നടൻ ബ്രണ്ടൻ ഫ്രേസർ ദ വെയിൽസ് എന്ന ചിത്രത്തിന്. മികച്ച നടി മിഷേൽ യോഹ് എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള ചിത്രത്തിനാണ്. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നവൽനി. ഓക്കെ, നവൽനി ആണ് ഡോക്യുമെന്ററി ഫിലിം കേട്ടോ. 95ാമത്തെ ഓസ്കർ പുരസ്കാരം മികച്ച സിനിമ എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺ. അതുപോലെ മികച്ച നടൻ ബ്രണ്ടൻ ഫ്രേസർ ദി വെയിൽസ്. മികച്ച നടി മിഷേൽ യോഹ് എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ്. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നവൽനിയാണ്. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം പിനോച്ചിയോ ആണ്. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതാണ്? പിനോച്ചിയോ ആണ്. ഒറിജിനൽ സോങ് വിഭാഗത്തിലെ ഓസ്കർ പുരസ്കാരം RRR നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, നാട്ട് എന്ന സംഗീത സംവിധാനത്തിന് ആർക്കാണ് ലഭിച്ചത്? കീരവാണിക്ക്, MM കീരവാണിക്കാണ് ലഭിച്ചത്. MM കീരവാണിക്കാണ് ലഭിച്ചത്. ഗാനരചന ചന്ദ്രബോസ് ആയിരുന്നു. ഗായകർ രാഹുൽ സിപ്ലി, ഗുഞ്ച്, കാലഭൈരവ ഇവർക്കൊക്കെയായിരുന്നു ഗാനരചനയ്ക്കുള്ള, അതുപോലെ തന്നെ ഗായകരും ഇവരായിരുന്നു. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ദ എലിഫന്റ് വിസ്പേഴ്സ് എന്നുള്ള ചിത്രത്തിനാണ്. മികച്ച ഫിലിമിനുള്ള ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ നേടിയത്. സംവിധാനം കാർത്തികി ഗോൺസാലസ് ആണ്. നിർമ്മാണം ഗുനീത് മോംഗയാണ് കേട്ടോ. അപ്പൊ 95ാമത് ഓസ്കാർ പുരസ്കാരം ഒന്നും കൂടെ നോക്കാം. മികച്ച സിനിമ എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ്. മികച്ച നടൻ ബ്രണ്ടൻ ഫ്രേസർ ദ വെയിൽസ്. അതുപോലെ തന്നെ മികച്ച നടി മിഷേൽ യോഹ് അതേ സിനിമയ്ക്ക്, അതായത് എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയ്ക്ക്. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നവൽനി.
മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ പിനോച്ചിയോ. ഒറിജിനൽ സോങ് RRറിലെ നാട്ട് നാട്ടോ, അതിന് MM കീരവാണിക്ക്. മികച്ച ഡോക്യുമെന്ററി ഫിലിമിന് പുരസ്കാരം നേടിയത് ദ എലിഫന്റ് വിസ്പേഴ്സ് എന്നുള്ളതിനാണ്. സംവിധാനം കാർത്തികി ഗോൺസാലസ് എന്ന് പഠിച്ച് വെക്കും. സംസ്ഥാനത്തെ 2023 മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ അവാർഡിന് അർഹയായത് എ ഗീത ട്ടോ. സംസ്ഥാനത്തെ 2023 മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ അവാർഡിന് അർഹയായത് ആരാണ്? എ ഗീതയാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള 28ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് നേടിയ സിനിമ RRR. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള 28ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് നേടിയത് RRR. മികച്ച ഗാനത്തിനുള്ളത് നാട്ടു നാട്ടു RRR. അപ്പൊ മികച്ച ഗാനത്തിനുള്ള ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് RRR, സിനിമയിലത്തെ നാട്ടു നാട്ടു. ക്രിട്ടിക്സ് ചോയ്സ് അവാർഡും ഏതിന് തന്നെയാണ്? RRR എന്നുള്ള സിനിമയ്ക്കാണ്. സംസ്ഥാനത്തെ 2023 മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ അവാർഡിന് ആരാണ്? ഗീതയാണ് അർഹയായത് എന്ന് പഠിച്ചു വെക്കുക. നാഷണൽ ജോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ചിത്രം പരുന്തുകളുടെ നൃത്തം. ഫോട്ടോഗ്രാഫർ കാർത്തിക് സുബ്രഹ്മണ്യം. അപ്പൊ കാർത്തിക് സുബ്രഹ്മണ്യത്തിന്റെ പരുന്തുകളുടെ നൃത്തം എന്ന ചിത്രത്തിനാണ് നാഷണൽ ജിയോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം. പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നാഷണൽ ജിയോഗ്രഫിക്കിന്റെ പരുന്തുകളുടെ നൃത്തം. പരുന്തുകളുടെ നൃത്തം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. ആരാണ്? കാർത്തിക് സുബ്രഹ്മണ്യത്തിന്റെയാണ് എന്ന് പഠിച്ച് വയ്ക്കുക. അടുത്തതാണ് നമ്മൾ 95ാമത് അവാർഡ് നോക്കി. അടുത്തത് 95ാമത് ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ അവതാരികയായ ബോളിവുഡ് നടി ആരാണെന്ന് ചോദിച്ചാൽ ദീപിക പദുക്കോൺ ആണെന്ന് ആലോചിച്ച് വെക്കുക. ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2023 തിരഞ്ഞെടുക്കപ്പെട്ടത് നന്ദിനി ഗുപ്ത, രാജസ്ഥാൻകാരി. ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2023 തിരഞ്ഞെടുക്കപ്പെട്ടത് നന്ദിനി ഗുപ്തയാണ്. ഓസ്കാറിന്റെ 95ാമത് ഓസ്കാർ പുരസ്കാരത്തിന്റെ ദാന ചടങ്ങില് അവതാരികയായ ബോളിവുഡ് നടി ആരാണ്? ദീപിക പദുക്കോൺ ആണ് എന്ന് ആലോചിച്ച് വെക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഫാക്ട്. നമ്മൾ ഇതൊരു സീരീസ് പോലെ എന്ത് ചെയ്യാണ്? തുടർന്നുകൊണ്ട് പോവാണ്. അന്നനാൾ തരുന്ന ഫാക്ടുകൾ എന്ത് ചെയ്യുക? അന്നനാൾ തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചിട്ട് പോവുക. അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ എന്ത് ചെയ്യുക? റിവിഷനും കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മളതിൽ പക്കയായിട്ട് മാറും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സിന്റെ മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ.